യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് മിഡിൽ ഈസ്റ്റിലേക്ക് നാളെ അർദ്ധരാത്രി വരെയുള്ള സർവീസുകൾ ഇന്ത്യൻ വിമാന കമ്പനികൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, സ്പേസ് ജെറ്റ് എന്നീ കമ്പനികളാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് വരെ 350 വിമാനങ്ങൾ റദ്ദാക്കിയതായി DGCA അറിയിച്ചു. മിഡിൽ ഈസ്റ്റിലേക്കുള്ള എല്ലാ കാർഗോ ബുക്കിംഗുകളും ഷിപ്പിംഗ് കമ്പനിയായ MSC നിർത്തിവച്ചിട്ടുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അച്യുതൻ, യുദ്ധത്തിന്റെ സാഹചര്യം ഉടലെടുത്തപ്പോൾ തന്നെ അതിനനുബന്ധമായി ഈ വ്യോമഗതാഗതത്തെ ആകെ അത് ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അതിനെ തുടർന്ന് തുടരെ സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇതാ ആകെ കണക്കുകളൊക്കെ 350 സർവീസുകൾ റദ്ദാക്കി ഇതുവരെ എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഈ സാഹചര്യം തുടരാനാണ് സാധ്യത, അല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റിലേക്കുള്ള നാളെ അർദ്ധരാത്രി വരെയുള്ള സർവീസുകളാണ് ഇന്ത്യൻ വിമാന കമ്പനികൾ നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത്. അച്യുതനാണ് ഈ വിമാന സർവീസുകൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നത്. നാളെ അർദ്ധരാത്രി വരെയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയതായി ഇപ്പോൾ ഇന്ത്യൻ വിമാന കമ്പനികൾ അറിയിക്കുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയും ഒക്കെ ആ നിലയിലുള്ള അറിയിപ്പുകളാണ് നൽകുന്നത്. ഇന്ന് വൈകിട്ട് വരെ മാത്രം 350 വിമാനങ്ങൾ റദ്ദാക്കിയതായി DGCA അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. യുദ്ധത്തിന്റെ വാർത്തകൾ വന്ന ആദ്യ നിമിഷങ്ങളിൽ തന്നെ വ്യോമഗതാഗതം ആകെ താറുമാറാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയതും നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്ന് നിരവധി സർവീസുകൾ റദ്ദാക്കി. യാത്രക്കാർ പലയിടങ്ങളിലും വിമാനത്താവളങ്ങളിലടക്കം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതും നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഇതാ പാകിസ്ഥാനിൽ നിന്ന് പോലും അത്തരം റിപ്പോർട്ടുകൾ വന്നിരുന്നു. പാകിസ്ഥാനിൽ കുടുങ്ങിയ മലയാളികളുടെ വിവരമൊക്കെ നമ്മൾ മുൻപ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അച്യുതനിലേക്ക് മടങ്ങിപ്പോകാം. അച്യുതൻ, തുടർന്നോളൂ. വരും ദിവസങ്ങളിലും വിമാന സർവീസുകളെ ഈ നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യം അത് വലിയ നിലയിൽ ബാധിക്കാനുള്ള സാഹചര്യം തന്നെയാണുള്ളതല്ലേ? തീർച്ചയായിട്ടും മനസ്സിലാക്കാം. കാരണം ഇറാൻ, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വ്യോമപാത അടച്ചിട്ടുണ്ടെങ്കിലും മറ്റു ചില ഗൾഫ് രാജ്യങ്ങൾ വ്യോമപാത നിലവിൽ അടച്ചിട്ടില്ല എന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഇന്ത്യൻ വിമാന കമ്പനികൾ ഇപ്പോൾ ഈ സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലേക്കുള്ള നാളെ അർദ്ധരാത്രി വരെയുള്ള സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. എയർ ഇന്ത്യ, അതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് എന്നീ കമ്പനികളാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് കമ്പനികൾ അറിയിച്ചിരിക്കുന്നത്. DGCA ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ഗൾഫ് രാജ്യങ്ങൾ, ഒപ്പം തന്നെ ഇറാൻ, ഇസ്രായേൽ, ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വഴിയുള്ള വ്യോമപാതകൾ ഒഴിവാക്കണം എന്ന നിർദ്ദേശം DGCA നൽകിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇന്ന് വൈകിട്ട് ഏതാണ്ട് 350 വിമാനങ്ങളാണ് ഇന്ന് വൈകിട്ട് വരെ റദ്ദാക്കിയിരിക്കുന്നത്. നിലവിൽ വരുന്ന മണിക്കൂറുകളിലും കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യോമയാന മന്ത്രാലയം അറിയിച്ചത് ഇന്ന് മാത്രം 444 വിമാനങ്ങൾ റദ്ദാക്കും. കാരണം സുരക്ഷാ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ യാത്രക്കാരുടെ സുരക്ഷ അതിനാണ് പ്രധാനമായും പ്രാധാന്യം നൽകുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാൻ കറാച്ചിയിൽ ഈ മിഡിൽ ഈസ്റ്റിലെ സാഹചര്യത്തിൽ വിമാനം വഴിതിരിച്ചു വിടുകയും അവിടെ 8 ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഒരു നിർണായക വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതിലാണ് ഈ 3 മലയാളികളും ഉൾപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷത്തെ തുടർന്നായിരുന്നു വിമാനം വഴിതിരിച്ചു വിട്ടത്. അങ്ങനെയാണ് ഇപ്പോൾ കറാച്ചിയിൽ ഇത്തരത്തിൽ 8 ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്ന വിവരം ലഭിച്ചിരിക്കുന്നത്. നിലവിൽ യാത്രക്കാർ കറാച്ചി വിമാനത്താവളത്തിൽ തന്നെ തുടരുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന നിർണായക വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ക്യാബിനറ്റ് സുരക്ഷാ സമിതി യോഗം ചേരുന്നുണ്ട്. അതിലായിരിക്കും എന്താണ് ഇന്ത്യയുടെ നിലപാട്, ഈ സംഘർഷ സാഹചര്യത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്നുള്ള കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ ഈ യോഗത്തിന് ശേഷം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ, ഇറാൻ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയം ചർച്ച ചെയ്തു വരികയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നിലവിൽ മടക്കിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ പരിഗണനയിലില്ല. മറിച്ച് ഇറാൻ, ഇസ്രായേൽ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരും. ഇറാനിൽ ഏതാണ്ട് 4000-ഓളം ഇന്ത്യക്കാരുണ്ട്. ഒപ്പം തന്നെ ഇസ്രായേലിലേക്ക് വരുമ്പോൾ 26,000-ലധികം വരുന്ന ഇന്ത്യക്കാരും ഇസ്രായേലിലുമുണ്ട്. ഇറാനെ സംബന്ധിച്ച സാഹചര്യങ്ങൾ കൂടുതൽ വഷളാവുന്ന സാഹചര്യത്തിൽ ഇറാനിൽ നിന്നായിരിക്കും ആദ്യം ഒരു ഒളിപ്പിക്കൽ ഉണ്ടാവുക എന്ന സൂചന കൂടി ലഭിക്കുന്നു. എന്തായാലും നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ക്യാബിനറ്റ് സുരക്ഷാ സമിതി യോഗം, ആ യോഗത്തിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അസ്ല.
ഓക്കെ, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കൂടുതൽ സർവീസുകൾ റദ്ദാക്കേണ്ടി വരും എന്നുള്ള അറിയിപ്പിലേക്ക് ഇന്ത്യൻ വിമാന കമ്പനികൾ കടക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മളത് കണ്ടിരുന്നു. അത് തുടരും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പ്. അപ്പോൾ വ്യോമഗതാഗതം ആകെ താറുമാറാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിലും അങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.